കാലഘട്ടം വരെ ജീവിക്കാരെ ആ ഉമ്മത്തിൽ പെടാനുള്ള ആയുസ്സ് എനിക്ക് അല്ലാഹു തന്നു നബിയേ. എന്റെ പ്രാർത്ഥന അല്ലാഹു ഇജാബത്ത്, അല്ലാഹു എനിക്ക് ഇജാബത്ത് തന്നതാണ്. ആ ചെറുപ്പക്കാരനോട് ഒരുപാട് നേരം സംസാരിച്ച് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മടങ്ങുന്ന സമയത്ത് അല്ലാഹുവിനോട് പറയാണ്, അല്ലാഹ് ഈ ചെറുപ്പക്കാരൻ എത്ര വലിയ ഭാഗ്യവാനാ റബ്ബേ. വർഷങ്ങളോളം മലക്കിടയിൽ ഇബാദത്തുമായി കഴിഞ്ഞോടാൻ അല്ലാഹ് അത്രയും വലിയ ഭാഗ്യം നൽകിയ ഒരു ചെറുപ്പക്കാരനുണ്ടെങ്കിൽ അത് ഈ കൂട്ടുകാരനാണല്ലോ. ഈസാ നബിയോടുള്ള പറയുകയാണ്, അങ്ങനെ പറയല്ല നബിയേ, അങ്ങനെ പറയല്ല നബിയേ, അങ്ങനെ പറയല്ലേ നബിയേ. ആ ചെറുപ്പക്കാരൻ എടുത്ത ഇബാദത്തിൽ ഞാൻ ഒരുപാട് പകല് നൽകുന്നുണ്ട്, ഒരുപാട് ശ്രേഷ്ഠത നൽകുന്നുണ്ട്, ഒരുപാട് മഹത്വം നൽകുന്നുണ്ട്. പക്ഷേ ആ ചെറുപ്പക്കാരൻ ചെയ്ത ഇബാദത്തിനേക്കാൾ ഏറ്റവും വലിയ മഹത്വം അല്ലാഹു ഒരാൾക്ക് നൽകുന്നുണ്ട് നബിയേ. അത് ആരാ? ഞാൻ ഹൃദയത്തോടെ ചേർത്ത് പിടിച്ച മാസമായ റജബില്ലേ, റജബുൽ ശഹ്റുല്ലാഹ്, എന്റെ മാസമാണെന്ന ഹൃദയത്തോട് ഞാൻ ചേർത്ത് പിടിച്ച റജബുണ്ടല്ലോ. ആ റജബ് മാസത്തിൽ എന്നെ ഇഷ്ടപ്പെട്ട് എന്നെ സ്നേഹിച്ച് ആ മാസത്തെ ബഹുമാനിച്ച് ആ മാസത്തിലെ ആരാ സുന്നത്ത് നോമ്പെടുക്കുന്നത് നബിയേ? ആ ചെറുപ്പക്കാരില്ല, ആ ചെറുപ്പക്കാരിക്ക്, ആ ആണിന്, ആ പെണ്ണില്ലേ, ഞാൻ ഈ ചെറുപ്പക്കാരനേക്കാ ഏറ്റവും വലിയ പ്രതിഫലം നൽകുന്നില്ല നബിയേ. ഉമ്മാന്റെ മയ്യത്തിനെ കബറിൽ ഇറക്കി വെച്ചിട്ട് അവസാന മയ്യത്തിന്റെ തലയുടെ ഭാഗത്തൊരു കെട്ടഴിക്കലിൽ മുഖം മണ്ണിനോട് ചേർത്ത് വെക്കുന്നൊരു രംഗമുണ്ട്. ഈ കൈകളെ കൊണ്ടാണ് എന്റെ ഉമ്മാന്റെ മുഖം മണ്ണിനോട് ഞാൻ ചേർത്തി വെച്ചത്. പക്ഷേ ആ കബറിൽ എനിക്ക് കിടക്കാൻ പറ്റുമോ? എന്റെ ഉമ്മാന്റെ കൂടെ എനിക്ക് പോവാൻ പറ്റുമോ? നിങ്ങളുടെ ഉമ്മാന്റെ കൂടെ നിങ്ങൾക്ക് പോകാൻ പറ്റുമോ? നിങ്ങളുടെ മാപ്പന്റെ കൂടെ നിങ്ങൾക്ക് പോകാൻ പറ്റുമോ? ഇല്ല, ഇല്ല, അനുവദിക്കുന്നില്ല. ആ കബറിന്റെ അകത്തൊരു മയ്യത്തിനെ ഇറക്കി വെച്ച് കഴിഞ്ഞാല് ആ മയ്യത്ത് മാത്രമാണ് പോകുന്നത്. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, 3 കാര്യങ്ങളെ കൊണ്ടുപോകും സ്വഹാബാ, 3 കാര്യങ്ങളെ കൊണ്ടുപോകും സ്വഹാബാ. ആ 3 കാര്യങ്ങളേതാ? ഒന്നാമത്തെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ, അവന്റെ ഉപകാരപ്രദമായ ഇൽമാണ് സ്വഹാബാ. ഇൽമ പഠിച്ചത് പ്രവർത്തിക്കണം, ഇൽമ പഠിച്ചത് പ്രാവർത്തികമാക്കണം. ഒരു അറിവ് പഠിച്ചാൽ ആ അറിവ് ജീവിതത്തിൽ കൊണ്ടുവരണോ. നിങ്ങളെ വാഴ കേട്ടിട്ട് ഒരു അറിവ് പഠിച്ചാൽ ആ അറിവ് നിങ്ങളെ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് അത് ഉപകാരപ്രദമായ ഇൽമായി മാറുന്നത്. ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇടത് കാല് വെക്കണമെന്ന് പഠിച്ചവര് ഇടത് കാല് വെച്ച് ദിക്ർ ചൊല്ലി കയറണമെന്ന് പഠിച്ചവര്, തലമറച്ച് കയറണമെന്ന് പഠിച്ചവര്, ചെരുപ്പ് ധരിച്ച് കയറണമെന്ന് പഠിച്ചവര്, അത് ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് അത് ഉപകാരമുള്ളതായി മാറുന്നത്. പാവപ്പെട്ടവൻ നിങ്ങളെ മുമ്പിൽ വന്ന സഹായം ചോദിക്കുമ്പോൾ അവനെ ആട്ടി ഓടിക്കരുതെന്ന പരിശുദ്ധമായ പ്രകാശമുള്ള ദീന് നമ്മെ പഠിപ്പിക്കുമ്പോ അത് ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് അത് നമ്മുടെ ഉപകാരമുള്ള അറിവായി മാറുന്നത്. ഏത് അറിവ് പഠിച്ചാലും ഏത് അഴിമ പഠിച്ചാലും ജീവിതത്തിൽ അത് പ്രവർത്തിക്കണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ പ്രവർത്തിക്കുന്ന ഇൽമേതാ? അത് നിങ്ങളുടെ കൂടെ ഖബറിൽ ഇറങ്ങി വരും നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് സ്നേഹത്തോടെ പറയുകയാ, രണ്ടാമതൊരു കാര്യമുണ്ട്. ഖബറിൽ ആരുമില്ലാത്ത ഖബറിൽ ആരാരുമില്ലാത്ത വീട് അല്ലാഹ് ഖബറല്ല മണ്ണാറക്കൂടെ കാണണ്ടയോ പള്ളിക്കാട് കള്ളിമുള്ളാൻ നിറഞ്ഞോരോ വീട്. ആ ഖബറിന്റെ അകത്ത് മയ്യത്ത് ഇറക്കി വെക്കുമ്പോ രണ്ടാമത് ഖബറിൽ കൊണ്ടുപോകുന്ന ഒരു ഇബാദത്തിന്റെ ഒരു സൽക്കർമ്മമുണ്ട്. അത് ഏതാ? സദഖത്തുൽ ജാരിയ, സദഖത്തുൽ ജാരിയ. അത്
ജാരിയായ സദഖയാ, അത് ജാരിയായ സദഖയാ. ഇത് അവസരമാണ് ചെറുപ്പക്കാരാ, ഇത് അവസരമാണ് ബാപ്പമാരെ, ഇത് അവസരമാണ് ഉമ്മമാരെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് ഇത് പ്രവർത്തിക്കാനുള്ള ഒരു അവസരമാ പ്രിയപ്പെട്ടവരെ. ജാരിയായ സദഖ എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന സദഖ. നമ്മൾ ദാനധർമ്മം ചെയ്ത ഒരു കാര്യം കൊണ്ട് ഇവിടെ ഒരു പള്ളി നിർമ്മിച്ചാൽ, ഒരു മദ്രസ നിർമ്മിച്ചാൽ, നമ്മൾ മരിച്ചാൽ ആ മദ്രസ ഇവിടെ ഉണ്ടാകുമല്ലോ, നമ്മൾ മരിച്ചാൽ ആ പള്ളി ഇവിടെ ഉണ്ടാകുമല്ലോ. നമ്മളൊരു കിണർ കുഴിച്ചു കൊടുത്താൽ, നമ്മൾ മരിച്ചാൽ ആ കിണർ ഇവിടെ ഉണ്ടാകുമല്ലോ. നമ്മളൊരു വീടുണ്ടാക്കി കൊടുത്താൽ, നമ്മളൊരു മദ്രസ ഉണ്ടാക്കി കൊടുത്താൽ, ഒരു മരം നട്ടുപിടിപ്പിച്ചാൽ, നമ്മൾ മരിച്ചാലും അത് നിലനിൽക്കുമല്ലോ. അത് ജനങ്ങൾ ഉപകരിക്കുന്ന കാലത്തോളം നമ്മളെ ഖബറിലേക്ക് അല്ലാഹു അതിന്റെ പ്രതിഫലം ഇടമുറിയാതെ നൽകിക്കൊണ്ടിരിക്കുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് സ്നേഹത്തോടെ ഞാൻ പറയുകയാ, നമ്മുടെ നാട്ടിൽ ഒരു സ്ഥാപനം ഉയർന്നു വരട്ടെ, നമ്മുടെ നാട്ടിൽ ഒരു മദ്രസ ഉയർന്നു വരട്ടെ. അല്ലാഹു എന്ന നാമം പഠിക്കാൻ, മുത്ത് റസൂലുള്ളാഹിന്റെ പേര് പഠിക്കാൻ, വിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ, അതവ് പഠിക്കുന്ന മക്കള് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്ന ഒരു മഹത്തായ മദ്രസ ഈ നാട്ടിൽ വളർന്നു വരട്ടെ. അത് നമ്മുടെ മദ്രസയാവണം ചെറുപ്പക്കാരാ, അത് നമ്മുടെ മദ്രസയാവണം ഉമ്മമാരെ. നിങ്ങളുടെ ഓരോ കല്ലുകളും ആ മദ്രസയിൽ ഉണ്ടാവണം, നിങ്ങളുടെ ഓരോ സിമന്റുകളും ആ മദ്രസയിൽ ഉണ്ടാവണം, നിങ്ങളുടെ ഓരോ സംഭാവനകളും ആ മദ്രസകളിൽ ഉണ്ടാവണോ. അൽഹംദുലില്ലാഹ് ഉസ്താദേ, ഈ മജ്ലിസിൽ എനിക്ക് നല്ല ഒരു മരണം കിട്ടണമെന്ന് നിയ്യത്ത് വെച്ചിട്ട് ഞാൻ മരിക്കുന്ന സമയത്ത് എന്റെ ആഖിറത്ത് നന്നാവണം. തൗബ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന ഈ മജ്ലിസ് എന്റെ ദോഷങ്ങളെല്ലാം അല്ലാഹ് എനിക്ക് പുറത്തു തരണമെന്ന് നിയ്യത്ത് വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഇവിടുന്ന് ഉദ്ഘാടനം കഴിച്ചിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ കൈകളിലേക്കും ഒരു സ്ലിപ്പ് കൊണ്ടുവരുമ്പോ എന്റെ ഖബറിലേക്ക് ജാരിയായ ഒരു സ്വതക്കയായിട്ട് അത് ഉണ്ടാകണമല്ലാ എന്ന നല്ല നീയത്തോടെ ഈ സ്ഥാപനത്തിന് വേണ്ടി ഉസ്താദേ ഞാനൊരു സ്ക്വയർ ഫീറ്റ് കൊടുത്തുള്ള ഉസ്താദേ, എനിക്ക് 500 രൂപയാണ് ശമ്പളം, എനിക്ക് 600 രൂപയാണ് ശമ്പളം, എനിക്ക് 1000 രൂപയാണ് ശമ്പളം, എങ്കിലും വേണ്ടിയില്ല എന്റെ കഴിവനുസരിച്ച് ഞാൻ കൊടുത്തോളാം ഉസ്താദേ. ഒരു സ്ഥാപനത്തിന് വേണ്ടിയല്ലേ, ആരുമില്ലാത്ത ലോകത്ത്, ആരുമില്ലാത്ത ഖബറിന്റെ അകത്ത് ആ സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് വരുമാനം കിട്ടുമല്ലോ, ആ സ്ഥാപനത്തിൽ നിന്ന് എന്റെ ഖബറിലേക്ക് വെളിച്ചം കിട്ടുമല്ലോ, ആ സ്ഥാപനത്തിലേക്ക് ആരാരുമില്ലാത്ത ഖബറിന്റെ അകത്ത് കിടക്കുമ്പോ ആ സ്ഥാപനത്തിലെ മക്കള് വന്ന് അറിവ് പഠിക്കുമ്പോ അതിന്റെ പ്രതിഫലം എനിക്ക് കിട്ടുമല്ലോ ഉസ്താദേ. എനിക്കറിയൂല എനിക്ക് മാരകമായ രോഗം വരാറുണ്ടോ, ക്യാൻസർ വരാറുണ്ടോ, ട്യൂമർ വരാറുണ്ടോ, മാരകമായ രോഗം വരാറുണ്ടോ എനിക്കറിയൂല. അങ്ങനെ വരാറുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന സ്വതക്ക കാരണം നിങ്ങൾ നല്ലോണം സ്വതക്ക കൊടുക്കണം കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന സ്വതക്ക നിങ്ങൾക്ക് വരാനുള്ള മാരകമായ രോഗങ്ങൾ അത് തടയാൻ കാരണമാണ്, നമുക്ക് വരാനുള്ള ആപത്തുകളെ തടയാൻ അത് കാരണമാണ്. അതുകൊണ്ട് ജാരിയായ സ്വതക്കയാവണമെന്ന നിയത്തോടുകൂടെ ഈ പവിത്രമായ തൗബ ചൊല്ലാൻ ഒരുങ്ങി നിൽക്കുന്ന മജ്ലിസിലെ എല്ലാ പ്രിയപ്പെട്ടവരും അതിൽ പങ്കാളികളാവണേ എന്ന് സ്നേഹത്തോടെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തി അതിന്റെ ഉദ്ഘാടനം ഇവിടെ നിന്ന് കഴിച്ചിട്ട് നിങ്ങൾ അടുക്കൽ വളണ്ടിയർമാരെ വരും, എല്ലാവരും അതിൽ എഴുതണം നല്ല നിയത്തോടെ. 1 സ്ക്വയർ ഫീറ്റ് എങ്കിൽ അങ്ങനെ 2 സ്ക്വയർ ഫീറ്റ് ഞാൻ കൊടുത്തോളാം ഉസ്താദേ. അത് എന്റെ പേരിലാവട്ടെ, എന്റെ ഉമ്മാന്റെ പേരിലാവട്ടെ, എന്റെ ഭർത്താവിന്റെ പേരിലാവട്ടെ, എന്റെ ഭാര്യയുടെ പേരിലാവട്ടെ, അത് എന്റെ പേരിലാവട്ടെ ഉസ്താദേ എന്ന നല്ല നിയത്ത്
നീയത്തോടെ ഓരോരുത്തരും നിങ്ങളത് എഴുതണം. ഉസ്താദേ, എനിക്ക് ഒരു സ്ക്വയർ ഫീറ്റ് ഒന്നും കൊടുക്കാൻ എന്റെ കയ്യിൽ കാശില്ല ഉസ്താദേ. എങ്കിലും നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾക്ക് എത്ര രൂപയാണോ കൊടുക്കാൻ കഴിയുന്നത് അത് നിങ്ങൾ അതിൽ എഴുതണം. ആരും ഇത് നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടിയാ. അല്ലാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കാനുള്ള ഓരോരുത്തരെ ഏൽപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ദീനെ സംരക്ഷിക്കാനുള്ള ഓരോരുത്തരെ ഏൽപ്പിക്കുകയാണ്. അതിൽ നിങ്ങളുണ്ടാവണം, അതിൽ നിങ്ങളെ പങ്കാളികളാവണോ. അല്ലാഹുവിന്റെ റസൂല് മദീന പള്ളിക്ക് വേണ്ടി സ്ഥലം വാങ്ങിയിട്ട് മസ്ജിദിന്റെ വീട് നിർമ്മാണത്തിന് സഹായം ചോദിക്കുമ്പോ ആരാണ് സ്വഹാബ? സഹായിക്കാൻ ആരാണുള്ളത്? സ്വഹാബ. ഉടനെ ചാടി എഴുന്നേൽക്കുന്നൊരു സ്വഹാബിയല്ല സയ്യിദനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാനെ, നിങ്ങളെ ദാനധർമ്മമാണ് നിങ്ങളെ പണക്കാരനാക്കിയതെന്ന് മുത്ത് ഹബീബ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് പറയാറുണ്ട്. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കയ്യിൽ നാളെ പരലോകത്ത് അല്ലാഹു ഒരു പതാക കൊടുക്കുമെന്ന ആ പതാകയുടെ പേരാ ലിവാഉ സ്വദഖ. ലിവാഉ സ്വദഖ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു പതാക പിടിച്ചിട്ട് നാളെ അല്ലാഹുവിന്റെ പരലോകത്തേക്ക് കടന്നു വരികയാ. ആ പതാകയുടെ പേരാ ലിവാഉ സ്വദഖ. ആരാണ് നബിയെ ആ പതാകയുടെ പിന്നിൽ അണിനിരക്കുന്നവൻ? ആരാ നബിയെ? അല്ലാഹുവിന്റെ റസൂൽ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്, ഉസ്മാനെ, ആ പതാക നിനക്ക് അല്ലാഹു തരാ കാരണം എന്തെന്നറിയോ? നീ പള്ളിക്ക് വേണ്ടി കുറെ കൊടുത്തവനാ ഉസ്മാൻ തങ്ങളെ. കിണറില്ല എന്ന് പറയുമ്പോ കിണർ കൊടുത്തവനാ ഉസ്മാൻ തങ്ങളെ. ഈ സ്ഥാപനങ്ങൾക്ക് സഹായിച്ചവനാ ഉസ്മാൻ തങ്ങളെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ദുനിയാവിൽ അല്ലാഹുവിന്റെ പള്ളിയെ സഹായിച്ചവരാരാ? അല്ലാഹുവിന്റെ മദ്രസയെ സഹായിച്ചവരാരാ? ഇത് അല്ലാഹുവിന്റെ മദ്രസയാ, ഇത് അല്ലാഹുവിന്റെ പള്ളിയാ, ഇത് അല്ലാഹുവിന്റെ സ്ഥാപനമാ. ആ പടച്ചോന്റെ സ്ഥാപനത്തെ ആരാ സഹായിച്ചവര്? അവര് നാളെ പരലോകത്ത് വരുമ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ പിടിച്ച പതാകയുടെ പിന്നിലുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പടച്ചോനെ, ഞങ്ങൾക്കതിലെ ഭാഗ്യം തരണേ അല്ലാ. ഈ സ്വതക്ക അതിനെ കാരണമാക്കണേ അല്ലാ. ഈ സ്വതക്ക അതിനെ കാരണമാക്കണേ അല്ലാ. ഈ സ്വതക്ക അതിനെ കാരണമാക്കണേ അല്ലാ. എന്റെ അറിവിന്നിലാവിന്റെ ലൈവ് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുകയാ, പാപ്പമാരോട് പറയുകയാ, ഈ മണ്ണില് ഈ നാട്ടിലൊരു സ്ഥാപനം ഉയർന്നു വരുമ്പോ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്വതക്ക അതിൽ ഉണ്ടാവണം എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹു നിന്നെ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറ. അല്ലാഹു നിന്നെ തൗഫീഖ് ചെയ്യട്ടെ. ഉറക്കാമീൻ പറ. അല്ലാഹു നിന്നെ തൗഫീഖ് ചെയ്യട്ടെ. പരലോകത്ത് വരുമ്പോ നമുക്ക് ആ പതാകയുടെ ചുവടെ ഒരുമിച്ച് കൂടണം. ബിലാൽ റളിയല്ലാഹുവിന്റെ കയ്യിൽ ഒരു പതാക ഉണ്ടാവും. ബിലാൽ റളിയല്ലാഹുവിന്റെ കയ്യിൽ ഒരു പതാക ഉണ്ടാവും. ബിലാൽ റളിയല്ലാഹു അൻഹു ആലോചിച്ചോക്കിയേ, പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിന്മാര് മുഴുവനും ബിലാൽ റളിയല്ലാഹു മദ്രസ ആ മദ്രസന്റെ മുകളിലുള്ള നില എന്റെ ഉമ്മന്റെ പേര് ഞങ്ങൾ നൽകിയതാണ്. അല്ലാഹു അത് കബൂൽ ചെയ്യുമാറാവട്ടെ. അവിടെ എത്തുമ്പോൾ മനസ്സിനൊരു കുളിരാണ്. പഠിച്ചോനെ, ഈ പള്ളിപ്പറമ്പില് സുഖമായിട്ട് ഉറങ്ങാലോ. കാരണം ഈ സ്ഥാപനം ഉണ്ടല്ലോ, ഈ സ്ഥാപനത്തില് മക്കള് പഠിക്കുമ്പോ ഈ സ്ഥാപനത്തിലെ മക്കൾ ആമീൻ പറയുമ്പോ അവിടെ വാഴ നടക്കുമ്പോ അവിടെ സ്വലാത്ത് നടക്കുമ്പോ സ്വലാത്ത് നടക്കുമ്പോഴൊക്കെ ആളുകൾ അവിടെയാണ് അല്ലേ? അവിടെ ഇരിക്കണം. അതിന്റെ ഒക്കെ കൂലി ഉമ്മാന്റെ കബർ കിട്ടും. അതിന്റെ ഒക്കെ കൂലി ഇൻഷാ അല്ലാഹ് അതിനെ സഹായിച്ചവർക്ക് കിട്ടുമല്ലോ. ആ ഒരു സമാധാനം അവിടെ തന്നെ ഉണ്ട്. അല്ലാഹു അത് കബൂലാക്കട്ടെ. പക്ഷെ കബൂലാക്കിയാൽ മതി. അപ്പൊ അതേ പ്രകാരം ഇൻഷാ അല്ലാഹ് ഈ പൊറാഞ്ചേരിയിൽ ഒരു സ്ഥാപനം വരുമ്പോ ആ സ്ഥാപനത്തിന്റെ പ്രതിഫലം എനിക്കും കിട്ടും, നിങ്ങൾക്ക് കിട്ടും, എല്ലാവർക്കും കിട്ടും. അതുകൊണ്ട് എല്ലാവരും മനസ്സറിഞ്ഞിട്ട് അതിലേതും മനസ്സറിഞ്ഞിട്ട് ഞാൻ ഉമ്മാന്റെ പേര് തന്നെ തുടക്കം കൊടുക്കണ ഗതിന് 5000 രൂപ മുഹമ്മദ് കുട്ടി BP പൊറാഞ്ചേരി ജോലിയും മക്കളിൽ ബർക്കത്തുണ്ടാവാൻ ദുആരിക്കണം. അല്ലാഹ് മുഹമ്മദ് കുട്ടി BP അവർക്ക് ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ ഞങ്ങളെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ വലിയ സ്വതക്ക റബ്ബേ ഇതിന്റെ ഡബിൾ പ്രതിഫലം ആ പ്രിയപ്പെട്ടവർക്ക് നൽകണേ റഹ്മാനെ. അവരാഗ്രഹിച്ചതൊക്കെ നീ നൽകണേ റഹ്മാനെ.
അവരെ മുറാദുകളൊക്കെ നീ ഹാസിലാക്കണേ അല്ലാ. ജോലിയിൽ വലിയ ബറക്കത്ത് നൽകണേ അല്ലാ. മക്കളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഐശ്വര്യം നൽകണേ അല്ലാ. റാഹത്തും സന്തോഷവും സമാധാനവും നൽകണേ അല്ലാ. അതുകൊണ്ട് എല്ലാവരുടെ കൈകളിലേക്ക് അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി നിന്നു. പഠിച്ചോനെ, ആ കാണുന്ന വെളിച്ചം എന്താ? നമ്മളുണ്ടല്ലോ ഒരു വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രകാശം ഇങ്ങനെ കാണുമ്പോൾ അതെന്താ അന്വേഷിക്കാൻ ഒരു കൗതുകം നമുക്ക് ഉണ്ടാവും. ചില ആളുകൾ അത് അന്വേഷിച്ചിട്ടേ കണ്ടെത്തും. അതെന്താണെന്ന് നോക്കണല്ലോ, അതെന്താണെന്ന് നോക്കണല്ലോ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങോട്ട് ഇങ്ങനെ നടന്നുപോയി. അപ്പൊ അടുത്തെത്തിയപ്പോ ആ പ്രകാശമൊന്നല്ല, ഒരു മലയാണ്. ഒരു മല, ചെറിയൊരു കുഞ്ഞു പർവ്വതം. ഈ പർവ്വതം ഇങ്ങനെ പ്രകാശിക്കാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, പടച്ച റബ്ബേ, ഞാൻ ഒരുപാട് ഇടവഴികളിലൂടെ നടന്ന പ്രവാചകനാണ്. ഈസാ നബി ഒരുപാട് യാത്ര ചെയ്ത പ്രവാചകനാണ്, യാത്ര ഇഷ്ടപ്പെടുന്ന പ്രവാചകനാണ്. അങ്ങനെ കുറെ യാത്ര ഞാൻ ചെയ്തിട്ടുണ്ട്, കുറെ പർവ്വതം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു വെളിച്ചം വരുന്ന, ഒരു പ്രകാശം വരുന്ന പർവ്വതം ഞാൻ കണ്ടിട്ടില്ല. ഇത് ആദ്യമായിട്ട് കാണാൻ. എന്തുകൊണ്ടാണ്? അവിടെ ഞാൻ ചോദിക്കും, എന്തുകൊണ്ടാണ് റബ്ബേ, എന്തുകൊണ്ടാണ് പടച്ചവനെ ഈ പർവ്വതത്തിനകത്ത്, പർവ്വതത്തിന് മാത്രം നീ ഇത്രത്തോളം മഹത്വങ്ങളും ഇത്രത്തോളം സ്ഥാനങ്ങളും ഇത്രത്തോളം വലിയ മിന്നുന്ന പ്രകാശം, എത്രയോ കിലോമീറ്ററുകൾ അകലെ നിന്നാണ് ഈ പർവ്വതത്തിന്റെ വെളിച്ചം കിട്ടുന്നത്. എന്തുകൊണ്ടാണ് നാഥാ ഈ പർവ്വതത്തിന് ഇത്രയും വലിയ പ്രകാശം? നോക്കണേ, അല്ലാഹു മറുപടി പറയാണ്, ഈസാ, ആ പർവ്വതത്തിന്റെ അകത്ത് ഒരു മനുഷ്യൻ ഇപ്പോഴും ഹയാത്തോടെ ജീവിച്ചിരിക്കുന്ന. പടച്ച റബ്ബേ, അത്ഭുതപ്പെടുത്തുന്ന മറുപടി നോക്കിയേ. ആ പർവ്വതത്തിന്റെ അകത്ത് അല്ലാഹുക്ക് കഴിവില്ലാത്തൊന്നുമില്ലല്ലോ. ആ പർവ്വതത്തിന്റെ അകത്ത് ഇപ്പോഴും ഒരു മനുഷ്യൻ ഹയാത്തോടുകൂടി ജീവനോടുകൂടി ഇരിക്കുന്നുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്ഭുതപ്പെട്ടു പോയി. അത് നമ്മളിപ്പോ അത്ഭുതപ്പെടുന്നത്, നമ്മളിപ്പോ എങ്ങനെയാണ് ഉണ്ടാവുക? പർവ്വതത്തിന്റെ ഉള്ളിൽ ഈസാ നബിക്ക് അത്ഭുതമല്ല. ആരായിരിക്കും? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ രൂപത്തിൽ ചിന്തിച്ചു. ആരായിരിക്കും? അത് ചില്ലറക്കാരനാവില്ലല്ലോ. പർവ്വതത്തിന്റെ അകത്ത് ജീവിക്കണമെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയുകയാണ്, റബ്ബേ, ആരാണ് നാഥാ, ആരാണ് അല്ലാഹ്, ആരാണ് അല്ലാഹ്? നീ അത്രയും വലിയ മഹത്വവും സ്ഥാനവും ബഹുമാനവും നൽകിയ ഒരാളായിരിക്കുമല്ലോ റബ്ബേ. ആ പർവ്വതത്തിന്റെ അകത്ത് ജീവിച്ചിരിക്കുന്നവൻ ആരാണ്? എനിക്കൊന്ന് കാണിച്ചു തരാമോ അല്ലാഹ്? എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു നാഥാ, എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു അല്ലാഹ്. ഈസാ നബിയോട് അല്ലാഹു സമ്മതം കൊടുക്കുകയാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പർവ്വതത്തോട് പറയുകയാണ്, പർവ്വതമേ, നീ ഒന്ന് രണ്ടായി മാറുമോ? നിന്റെ അകത്ത് ജീവിക്കുന്ന, ജീവനോടെ താമസിക്കുന്ന ആ ചെറുപ്പക്കാരന് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയാണ്. ഉടനെ തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട്, അസ്സലാമു അലൈക്കും യാ നബി നബിയെ, അങ്ങേക്ക് സലാമല്ല പറഞ്ഞിട്ട് ചെറുപ്പക്കാരൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സംസാരിക്കുമ്പോ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, എങ്ങനെയാണ് മോനെ ഈ പർവ്വതത്തിനകത്ത് നീ വന്നത്? എങ്ങനാ മോനെ? നിനക്കല്ലാഹു ഇത്രയും വലിയ സ്ഥാനം തന്നത് എന്തുകൊണ്ടാ? നിനക്കല്ലാഹു ഇത്രയും വലിയ സ്ഥാനവും മഹത്വവും നൽകിയത് എന്തുകൊണ്ടാണ് മോനെ? ആ ചെറുപ്പക്കാരൻ അവിടെ പറയുകയാണ്, നബിയേ, ഞാൻ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടക്കാരനാണ് നബിയേ. ഞാൻ മൂസാ നബിയുടെ കാലത്ത് ജീവിച്ചവനാ നബിയേ. ഞാൻ ഒരുപാട് ഇബാദത്തുകൾ ജീവിതത്തിൽ ചെയ്തവനാ നബിയേ. ഇന്ന് വരെ ഒരാറാമിലേക്ക് ഞാൻ പഠിപ്പിച്ചു പോയിട്ടില്ല നബിയേ. പക്ഷേ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിൽ വിടാനാ. അതുകൊണ്ട് തന്നെ എപ്പോഴും പലപ്പോഴും ഞാൻ എന്റെ ഉമ്മാനെ കൊണ്ട് ബാപ്പാനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുമായിരുന്നു, ഞാൻ പെട്ടെന്ന് മരിച്ചു പോകരുത്, എനിക്ക് അല്ലാഹു ദീർഘായുസ്സ് തരണം, എനിക്ക് അല്ലാഹു ദീർഘായുസ്സ് തരണം. എന്തിനു വേണ്ടിയാ? എനിക്ക് ഹബീബായ തങ്ങളുടെ ഉമ്മത്തിൽ പെടാൻ വേണ്ടിയാണ്. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടക്കാരനാവാൻ വേണ്ടിയാണ് അല്ലാഹ് എന്നെ മുത്ത് നബിയുടെ ഉമ്മത്തിന്റെ സമയത്തേക്ക് എനിക്ക് ദീർഘായുസ്സിനെ നീ തരണേ അല്ലാഹ്.
ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ഞാൻ ഉമ്മാന്റെ പേരിൽ അതിൽ ഇത്ര സ്ക്വയർ ഫീറ്റ് എന്ന് ഇൻഷാ അല്ലാഹ് ഒരു സ്ക്വയർ ഫീറ്റിന് 1500 രൂപ 1500 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് വരുന്നത്. 1500 രൂപ നമ്മുടെ മദ്രസയുടെ ഒരു സ്ക്വയർ ഫീറ്റിന് വരുന്നത്. ഇൻഷാ അല്ലാഹ് ഒന്ന് കഴിയുന്നവർ ഒന്ന് ഇത്, രണ്ട് കഴിയുന്നവർ രണ്ട് ഇത്. അത് ഇന്ന് തന്നെ കൊടുക്കണം എന്നല്ല, നിങ്ങളെ കയ്യിൽ കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾ ഇവിടെ എത്തിക്കണം. ഓരോരുത്തരോട് പറയാണ്, ഉമ്മമാരോട് ഉപ്പമാരോടൊക്കെ പറയണം, നിങ്ങളെ കയ്യിൽ കിട്ടുന്നതിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇവിടെ എത്തിക്കണം. നമ്മൾ കൊടുക്കുക, പഠിച്ചോൻ തന്നോളൂ, അള്ളാഹു തന്നോളൂ. അത് അനുഭവിക്കുന്ന ആളുകളല്ല നമ്മൾ ഒരു ഭാഗത്തിലൂടെ അള്ളാഹു നമുക്ക് തരുമ്പോ മറുഭാഗത്തിലൂടെ നമ്മളിങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ, അത് അറിഞ്ഞും അറിയാതെ നമ്മളിങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായി എവിടെയും പഠിച്ചോൻ കൊടുക്കൂല. ആരും കൊടുക്കാൻ നോക്കിയിട്ട് കാര്യമില്ല, അള്ളാഹു കൊടുക്കൂല. കാരണം അള്ളാഹ്ക്കറിയാം നമ്മൾ എന്താ ചെയ്യണമെന്നല്ലേ. അള്ളാഹ് തന്നത് എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് അള്ളാഹ്ക്കറിയാം. അതുകൊണ്ട് അള്ളാഹു കൊടുക്കൂല. അള്ളാഹുവിന്റെ ഒരു സഹായം കിട്ടേണ്ട സമയത്ത് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അത് ഞാൻ എത്ര കൊടുക്കാൻ നോക്കിയിട്ട് കാര്യമില്ല, ആരും കൊടുക്കൂല. എന്ത് വേണം? നല്ല നിയ്യത്ത് വെച്ചിട്ട് ഈ മഹത്തായ സ്ഥാപനം ഈ സ്റ്റേജിൽ കാണുന്ന